പാലോം പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കൈയും പേടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ മേളി നിന്ന് പൊന്നേ എന്നൊരു വിളിയും കേട്ടേ. ഹായ് ഹായ് ഹായ്. ഇന്നെന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഞാനും അവളും കഴിഞ്ഞ 4 വർഷമായിട്ട് വളരെ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ കഴിഞ്ഞ 2 ദിവസം മുന്നേ അവൾക്ക് വീട്ടിൽ നിന്ന് പുതിയ കല്യാണാലോചനകളൊക്കെ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ പറയാൻ ബാക്കി വെച്ച കാര്യം ഒന്ന് തുറന്ന് പറയാം എന്ന് തോന്നി. ഇഷ്ടമാണ് എനിക്ക് അവളെ ഒരുപാട്. അതങ്ങ് തുറന്ന് പറഞ്ഞേ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനിലൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല, അവൾക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞങ്ങള് 2 ജാതിയും മതമൊക്കെയാണ്. പക്ഷെ അതൊക്കെ ഇന്നത്തെ കാലത്തൊരു പ്രശ്നമാണ് അല്ല. അപ്പോ പോയി പറഞ്ഞിട്ട് വരാം. ഓക്കെ. ഉള്ള ധൈര്യം സംഭരിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ അവളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവളൊന്നും മിണ്ടാണ്ട് ഒരൊറ്റ പോക്കായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നാളെ ശനിയാഴ്ചയാണോ? ഈശ്വര, ഞാൻ തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യണോ? എനിക്ക് അവളെ വിളിക്കാനുള്ള ധൈര്യം ഒന്നുമില്ല. കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, അവൾക്ക് എന്നെ അറിയാവുന്നതല്ലേ. ഒന്ന് പോകാത്ത കഴിച്ചോളാം. അവളെ പറഞ്ഞു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിലേറ്റവും സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, അവൾ എന്നോട് പറഞ്ഞു അവൾക്കും അതേ ഒരു ഇഷ്ടം എന്നോട് തോന്നിയിരുന്നു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ കണ്ണു നിറഞ്ഞു. ഐ ആം സോ ഹാപ്പി. ഇങ്ങനൊരു ഫീൽ എനിക്ക് ആദ്യം വന്നു. ദാറ്റ്സ് വൈ ഐ ആം വെരി ഹാപ്പി ടുഡേ. ഒന്നുമില്ല, പ്രണയത്തിന്റെ ഒരു ഫീലേ. നമുക്കെല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുണ്ടാവുക, നമ്മളോടെല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുണ്ടാവുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എക്സ്പീരിയൻസാണ്. എനിവേ, അവളുടെ കൂടെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട്. ഇപ്പോൾ ചെറിയൊരു സീനുണ്ടായി. ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ അങ്കിൾ ആരോ ആണെന്ന് തോന്നുന്നു അവളെ വന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അവള് നന്നായിട്ട് കരഞ്ഞോണ്ടാ പോയത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്നാലും അവള് കരഞ്ഞത് കണ്ടപ്പോ ഒരു ടെൻഷൻ, ഒരു സങ്കടം. പ്രശ്നമൊന്നും ഇല്ലായിരിക്കും അല്ലേ? അങ്കിള് കരുതുന്ന പോലെ ഇതൊരു കോളേജ് ടൈം ഫണ്ട് മാത്രമൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ സത്യസന്ധമായിട്ടുള്ള പ്രണയത്തിലാണ്. ഞങ്ങൾ കല്യാണം കഴിക്കും, ഒരുമിച്ച് ജീവിക്കും. അതിനെതിരെ നിൽക്കാൻ വരണ്ട. ഓക്കെ? ഞാനിത് മൊത്തം കുളമാക്കും. അങ്കിൾ, ഞങ്ങൾ തമ്മിൽ വളരെ സത്യസന്ധമായിട്ടുള്ള പ്രണയത്തിലാണ്. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സംഭവത്തോടു കൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദയവേത് ഞങ്ങളുടെ ഈ ബന്ധത്തിനെതിരെ നിൽക്കരുത്. ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹത്തിലാണ്. അതുകൊണ്ടാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ ഇന്നലെ ഒന്ന് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുന്നു അവളുടെ അച്ഛനും കസിൻസിനും ഒക്കെ എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒന്ന് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ കാണുമ്പോൾ അവരോടൊക്കെ എങ്ങനെ സംസാരിക്കും, എന്ത് സംസാരിക്കും എന്നൊക്കെ അതുകൊണ്ടാ. എന്തായാലും ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അല്ലേ? പോയി കണ്ടിട്ട് വരാം. നിനക്കൊന്നും ബന്ധം കൂടെ വേറെ ഒരുത്തിനും കിട്ടില്ല അല്ലടാ. അടിച്ചു കൊല്ലണ പന്നീനെ. മോഹിക്കാൻ പാടില്ലാത്തതാണ് മോനെ നീ മോഹിച്ചത്. എന്റെ മോളോട് ഞാൻ ഇത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവണില്ല. അവൾക്ക് നിന്നെ മാത്രം മതിയെന്ന്. നിന്നെപ്പോലെ ഒരു കെട്ടിച്ചുകൊടുക്കുന്നതാണ് ഞാൻ അവൾ ഇത്രയും നാൾ നോക്കി വളർത്തിയത്. അതുകൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റുള്ളൂടെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാന്തല്ലൂർ വനത്തിൽ നിന്നും യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കൊലപാതക കാരണം ഇനിയും വ്യക്തമല്ല. പിന്നെ ഞങ്ങള് 2 ജാതിയും മതമൊക്കെയാണ്. പക്ഷെ അതൊക്കെ ഇന്നത്തെ കാലത്തൊരു പ്രശ്നമാണ് അല്ല.